പ്രിയമുള്ള സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലത്ത് ഒരുപോലെ ആവർത്തിച്ചു പറഞ്ഞ ഒരു ആയത്തുണ്ട്. പണ്ഡിതന്മാർ വളരെ പ്രാധാന്യത്തോടു കൂടി എടുത്തു പറഞ്ഞ ഒരു ആയത്താണ്. നമ്മുടെ ജീവിതവും നമ്മൾ നിലകൊള്ളുന്ന ഈ മാസവുമായി ഏറെ ബന്ധമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ആര് ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നുവോ അവര് മാത്രമാണ് ഏറ്റവും വലിയ നിശ്ചയദാർഢ്യമുള്ള ആളുകൾ എന്നാണ്. അസ്മിൽ ഉമൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 5 പ്രവാചകന്മാരെ കുറിച്ച് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അസ്മ് എന്ന് പറഞ്ഞ ഒരുപാട് പദപ്രയോഗങ്ങൾ ഖുർആൻ നടത്തുന്ന മനക്കരുത്ത് എന്നതിന് ഖുർആൻ ആശയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിശ്ചയദാർഢ്യത്തിന് ഖുർആൻ പദമാണ് ഉപയോഗിച്ചത്. പിന്നെ മനസ്സുമായി ബന്ധപ്പെട്ട ഏത് ഗുണത്തിനും ഖുർആൻ എടുത്തുദ്ധരിച്ചത് മിൻ അസ്മിൽ ഉമൂർ എന്നാണ്. അങ്ങനെ ഒരു മനുഷ്യന് മാനസികമായി കരുത്ത് ലഭിക്കാൻ, അല്ലെങ്കിൽ നിശ്ചയദാർഢ്യമുള്ളവനായി മാറാൻ, പ്രതിസന്ധികളും പരീക്ഷണങ്ങളൊക്കെ ഒന്നും വരുമ്പോൾ പതിര് പോകാതെ ഉറച്ചു നിൽക്കുന്ന മനസ്സിന്റെ ഉടമയായി മാറാൻ അയാളെ പ്രാപ്തനാക്കുന്ന 2 ഘടകം എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്വബറ വ ഗഫറ, ക്ഷമിക്കുവാനുള്ള കഴിവാണ്. 2 വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവാണ്. അപ്പൊ നമ്മുടെ മനസ്സിന് ആത്യന്തികമായി കരുത്ത് നൽകുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷമയും വിട്ടുവീഴ്ചയുമാണ്. ഇത് രണ്ടും ആരുടെ കയ്യിൽ കൈമുതലായിട്ടുണ്ടോ അവർക്കായിരിക്കും ഏറ്റവും നല്ല കരുത്തുള്ള മനസ്സിന്റെ ഉടമകൾ എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ 2 സ്ഥലത്ത് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് ഇതുപോലെയുള്ള 2 വലിയ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷമയും വിട്ടുവീഴ്ച മനസ്ഥിതിയുമുള്ള ആളുകൾ അവരായിരിക്കും ഏറ്റവും നല്ല മനസ്സെന്ന് മാത്രമല്ല കരുത്തുള്ള മനുഷ്യർ. നമ്മൾ ശാരീരികമായി കരുത്തുള്ളവരെ കണ്ടട്ടോ, പക്ഷെ അവർ മാനസികമായി ദുർബലരായിരിക്കും. ചിലർ നമ്മൾ ശാരീരികമായി ദുർബലരെന്ന് കണക്കാവും, പക്ഷെ അവർ മാനസികമായി നല്ല കരുത്തായിരിക്കും എന്നർത്ഥം. ആ കരുത്ത് നമുക്കറിയണമെങ്കിൽ ഈ 2 അടയാളങ്ങളാണെന്നാണ്. ഇവ 2നെയും മനുഷ്യനെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഏറ്റവും വലിയ മാസമാണ് റമദാൻ. ക്ഷമയുടെ മാസമാണ് റമദാൻ, വിട്ടുവീഴ്ചയുടെ മാസമാണ് റമദാൻ. അപ്പൊ റമദാനിനോട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒപ്പം തന്നെ നമ്മുടെ മനസ്സിന് ബലം നൽകുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് കരുത്ത് കിട്ടാൻ നമ്മൾ ശീലിക്കേണ്ടതാണ് ക്ഷമയും വിട്ടുവീഴ്ച. ഇത് പരസ്പരം പൂരകങ്ങളാണ്. എവിടെ ക്ഷമ പറഞ്ഞിട്ടുണ്ടോ അവിടെ വിട്ടുവീഴ്ച പറയും, എവിടെ വിട്ടുവീഴ്ച പറഞ്ഞിട്ടുണ്ടോ അവിടെ ക്ഷമയുണ്ടെങ്കിൽ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവും, ക്ഷമയില്ലെങ്കിൽ വിട്ടുവീഴ്ച മനോഭാവം കിട്ടൂല. അപ്പൊ അത് നമ്മുടെ മനസ്സിന് കരുത്ത് നൽകുന്ന 2 വലിയ ഗുണങ്ങളാണെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ജീവിതത്തിൽ നമ്മൾ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി സ്വീകരിക്കേണ്ട സ്വഭാവങ്ങൾ പരമാവധി നമ്മൾ അതിൻ്റെ കരുത്തുള്ളവരാൻ മാറാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.